ദശരഥനും രാമലക്ഷ്മണന്മാരും മറ്റും മടങ്ങും വഴി 21 പ്രാവശ്യം ഭൂമി ചുറ്റി ക്ഷത്രിയ വംശത്തെ നശിപ്പിച്ച ഭാർഗവ പരശുരാമൻ്റെ ആശ്രമ പരിസരം അടുത്തു. പെട്ടെന്ന് ത്രയംബകം വില്ലിൻ്റെ ഞാണൊലി കേട്ട് വാസ്തവത്തിൽ ഞെട്ടിപ്പോയ പരശുരാമൻ കോപാഗ്നിയിൽ ജ്വലിപ്പിച്ചുകൊണ്ട് അവിടെ പ്രത്യക്ഷനായി. മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ ഗുരുവായ ശിവൻ്റെ വില്ല് ഒടിച്ചതിൽ തെറ്റു കണ്ടെത്തിയ അദ്ദേഹം ദേഷ്യത്തോടെ നിന്നു. ദശരഥൻ തേരിൽ നിന്നും ചാടിയിറങ്ങി പരശുരാമൻ്റെ കാൽക്കൽ വീണ് അനുഗ്രഹത്തിനായി അപേക്ഷിച്ചു. എന്നാൽ ഉപാചാരങ്ങളൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ വെൺമഴു ഏറ്റിക്കൊണ്ട് പരശുരാമൻ അലറി, "ഈ 3 ലോകത്തിനും ഞാനല്ലാതെ മറ്റൊരു രാമനോ? ജനകൻ്റെ പഴയ ശൈവചാപം ഒടിച്ച നീ ശക്തിമാനാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഈ വൈഷ്ണവചപം ഒന്ന് കുലക്കി. കഴിഞ്ഞില്ലെങ്കിൽ നിന്നെയും നിന്റെ വംശവും ഞാൻ മുടിക്കുന്നതാണ്." ഇത്രയും പറഞ്ഞ് നീട്ടിയ വില്ല് രാമൻ സൗമ്യമായി ഏറ്റുവാങ്ങി. വില്ല് കുലച്ച് അതിൽ ബാണം തൊട്ടുകൊണ്ട് പരശുരാമനോടായി പറഞ്ഞു, "ഇത് രാമൻ പ്രയോഗിക്കുന്ന ബാണമാണ്. ഇതിന് ഒരു ലക്ഷ്യം കാട്ടിത്തരണം." ശ്രീരാമൻ വില്ല് കുലയ്ക്കും എന്ന് ബോധ്യമായപ്പോൾ പരശുരാമൻ്റെ മട്ടാകെ മാറിപ്പോയി. ബ്രഹ്മാണ്ഡം ലക്ഷ്യമാക്കിയാൽ അത് തകർന്നേക്കുമെന്ന് ഭയന്ന അദ്ദേഹം തൻ്റെ കോപമടക്കി രാമനോട് ഭക്തിയും ബഹുമാനവും തോന്നി. തൻ്റെ തേജസ് അവതാര പുരുഷനായ ശ്രീരാമന് നൽകണമെന്ന വിഷ്ണുവാക്യം പരശുരാമൻ ഓർത്തു. ശാന്തനായി മാറിയ അദ്ദേഹം ശ്രീരാമനെ തൊഴുതുകൊണ്ട് പറഞ്ഞു, "അങ്ങ് ആരാണെന്ന് മനസ്സിലായി. ഇതിനായിരുന്നു ഞാൻ ഇത്രയും കാലം കാത്തത്. 2 രാമന്മാർ വാഴേണ്ട. ഇത്രയും കാലം ഞാൻ ചെയ്ത തപസ്സിൻ്റെ ഫലം ലക്ഷ്യമാക്കി അങ്ങ് ശരം തൊടുക. ഞാൻ സ്ഥിരതപസ്സിന് പോകുകയാണ്." ശ്രീരാമൻ പുഞ്ചിരിയോടെ അപ്രകാരം ചെയ്തു. പരശുരാമൻ ശ്രീരാമനെ വന്ദിച്ച ശേഷം മഹേന്ദ്രപർവ്വതത്തിലേക്ക് പുറപ്പെട്ടു. ശ്രീരാമാദികൾക്ക് പിന്നീട് അയോധ്യയിലേക്കുള്ള വഴിയിൽ മറ്റു തടസ്സങ്ങളൊന്നും നേരിട്ടില്ല. ദശരഥനും ശ്രീരാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരും അവരുടെ ഭാര്യമാരും അയോധ്യപുരിയെ സമീപിച്ചു. നഗരം മുഴുവൻ അലങ്കരിക്കപ്പെട്ടിരുന്നു. അയോധ്യവാസികൾ ദശരഥാദികളെ ആഹ്ലാദപൂർവ്വം എതിരേറ്റു. അവർ ആനന്ദത്തോടെ കാലം കഴിച്ചുകൂട്ടി. ഒരിക്കൽ കേകയ രാജ്യത്തിൽ നിന്നും കൈകേയിയുടെ സഹോദരനായ യുദ്ധാജിത്ത് അയോധ്യയിൽ വന്നു. കൈകേയിയുടെ പുത്രനായ ഭരതനെയും ശത്രുഘ്നെയും കേകയ രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാമലക്ഷ്മണന്മാർ അയോധ്യയിൽ കഴിഞ്ഞു. രാജകുമാരന്മാർ 4 പേരും യൗവനയുക്തരായി. ദശരഥനും കുടുംബാംഗങ്ങൾക്കും പ്രജകൾക്കും നാളുകൾ കഴിയുന്തോറും മൂത്ത രാജകുമാരനായ രാമൻ്റെ പേരിൽ സ്നേഹം കൂടി വന്നു. വൃദ്ധനായിത്തീർന്ന ദശരഥൻ രാജ്യഭരണകാര്യങ്ങൾ രാമനെ ഏൽപ്പിച്ച് യുവരാജാവായി അഭിഷേകം നടത്തുവാനും ആയുഷ്ലേശം ഈശ്വരചിന്തയിൽ മുഴുകി ഒരു സന്യാസ ജീവിതം നയിക്കുവാനും നിശ്ചയിച്ചു. അതിനായി സമന്ത രാജാക്കന്മാരെ വരുത്തി. രാജസദസ്സ് വിളിച്ചുകൂട്ടി. പ്രജകൾക്കും സന്തോഷമായി. വസിഷ്ഠ മഹർഷി അടുത്ത ദിവസം രാവിലെയുള്ള ശുഭമുഹൂർത്തത്തിൽ ആ മംഗളകർമ്മം നടത്തുവാൻ ഉപദേശിച്ചു. ദശരഥൻ സുമന്തരെ വിളിച്ച് യുവരാജാഭിഷേക കാര്യം രാജ്യം മുഴുവൻ വിളംബരം ചെയ്യാനുള്ള കൽപ്പന കൊടുത്തു. പട്ടാഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങി. എങ്ങും ആഹ്ലാദം അലതല്ലി.